പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ? ബ്ലീഡിംഗ് പൈൽസ്, സാധാ പൈൽസ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഒരു ചെടി നിങ്ങൾ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു വെച്ചോ. നിങ്ങൾക്ക് ഇതുപോലെ മരുന്നുണ്ടാക്കിയിട്ട് പുരട്ടുവാണെങ്കിൽ ബ്ലീഡിംഗ് പൈൽസ് അതുപോലെ തന്നെ പൈൽസിൻ്റെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. 3 ദിവസം പുരട്ടിയാൽ മതി കേട്ടോ. പൈൽസ് ചുരുങ്ങുകയും ചെയ്യും, വേദനയും ഒക്കെ മാറും. അപ്പം ഇത് നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്ന ഈ പറമ്പിലൊക്കെ നിൽക്കുന്നുണ്ട്. കാട്ടപ്പാന്ന് പറഞ്ഞൊരു ചെടിയാണേ. അപ്പോൾ ഇതിൻ്റെ ഇല നിങ്ങൾക്ക് ഇതുപോലെയാണ് ഇല ഇരിക്കുന്നത്. ഇതിനകത്ത് നീലയും വെള്ളയും കലർന്ന പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ നോക്കുമ്പം ഈ പൂ നീലയായിട്ട് നിൽക്കുന്നത് കാണാം, ചിലർ നോക്കുമ്പം അത് വെള്ളയായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പം ഈ നീലയും വെള്ളയും ഒരേ ചെടി തന്നെയാണ്. പൂ നോക്കി പറിക്കണം, ചെടി നോക്കി പറിക്കണം എന്നുള്ളൂ. ഇല പറിച്ച് നമ്മളിതിങ്ങനെ എടുത്തിട്ട് ഇല ഒന്ന് കീറി മണത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര രൂക്ഷ ഗന്ധമായിരിക്കും. ഭയങ്കര ഒരു ദിവസം വെടുക്ക് കേട്ട നാറ്റാണ് കേട്ടോ. അപ്പം ഈ ഇലയല്ല, ഇതിൻ്റെ പൂവ് വെളുത്ത കളറിൽ നിന്നിട്ട് അത് മൂത്ത് വരുമ്പോഴാണ് നീല കളറിലേക്ക് മാറുന്നത് കേട്ടോ. അപ്പം രണ്ടും ഒരു ചെടി തന്നെയാണ്. അപ്പോൾ ഈ ചെടി തന്നെ നിങ്ങൾ എടുക്കുക. കാട്ടപ്പ എന്നാണ് എൻ്റെ ചെടിയുടെ പേര്. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ മരുന്നുണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. ആ ഒരു ഭാഗത്തുള്ള പൈൽസിൻ്റെതായ പോളൊക്കെ ഉള്ളത് ആ ഭാഗത്ത് ഉണ്ടാവത്തില്ലാത്ത രീതിയിൽ പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ അടർത്തിയെടുക്കുക. നമുക്ക് ഇതിൻ്റെ പൂ വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇലകൾ ഫുള്ളൊന്ന് കഴുകി അടത്തി മിക്സിയുടെ ജാറിലേക്കോ ഒരലിലേക്കോ ഇട്ടാലും മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഈ ചൊറിച്ചിൽ, ചില ആളുകൾക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പൈൽസിൻ്റെ ഒക്കെ ഉള്ള. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ചൊറിച്ചിൽ ഇൻഫെക്ഷൻ വരത്തൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ച് കൊടുക്കാതെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ എണ്ണ ഉണ്ടാക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ 2 കൊല്ലം ഈ എണ്ണ ഇരുന്നാലും കേട് വരത്തില്ല. കാരണം എണ്ണ അതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ. എണ്ണ ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് തേച്ചിട്ട് ഒരുപാട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു എണ്ണയാണിത്. എണ്ണയുടെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടുതരാം. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ കയറി നോക്ക്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒരു രീതിയിൽ ഉണ്ടാക്കിക്കോ, ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മരുന്നുണ്ടാക്കിയെടുത്തോ. ഇത് ഈ ചെറിയ കഷ്ണം വെളുത്തുള്ളി നമ്മുടെ ഇലയും കൂടി നന്നായിട്ട് ഇങ്ങനെ ചതയ്ക്കണം കേട്ടോ. ചതച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു പച്ച കളർ ചാറ് കിട്ടും. ഈ ചാറ് നമുക്കിതുപോലെ പിഴിഞ്ഞെടുത്ത് ഒഴിക്കണേ. പിഴിഞ്ഞെടുത്ത് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞളുടെ പൗഡർ. ശരിക്കും മുറിവ് കരിയും. എത്ര കടുത്ത മുറിവും വേദനയൊക്കെ ആണെങ്കിൽ പമ്പ കിടക്കും, വേദനയും പോവും. പിന്നെ ഷുഗർ രോഗികളുടെ മുറിവും കാര്യങ്ങളൊക്കെ ഇല്ല, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മുറിവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുറിവ് കരിയും. ചൊറി ചിരങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചോറും ചിരങ്ങും മാറും. അപ്പോൾ അതുപോലെ തന്നെ പൈൽസിൻ്റെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഇല ഇങ്ങനെ നിങ്ങൾ ചാറാക്കിയിട്ട് പൈൽസുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ പൈൽസ് ചുരുങ്ങും, വേദന മാറും, ബ്ലീഡിങ് നിൽക്കും. പിന്നെ ഇതുപോലെ നിങ്ങൾ എണ്ണ ഉണ്ടാക്കിയിട്ടാണ് തേക്കുന്നതെങ്കിൽ 3 ദിവസം എണ്ണ പുരട്ടി കൊടുത്താൽ മതി. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് 3 നേരം എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് പൈൽസ് ചുരുങ്ങി പോകും. ഇലച്ചാറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഇലച്ചാറ് 2-3 നേരമൊക്കെ ഇട്ട് പുരട്ടുന്നത് നല്ലതായിരിക്കും. മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ മിക്ക സ്ഥലത്തും നിൽക്കുന്നുണ്ട്. അപ്പം വേനൽക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ടൈമിൽ നിങ്ങൾ ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഏത് നേരത്തെ എപ്പോഴാണെങ്കിലും അത് എടുത്ത് പുരട്ടാനും ഉണ്ടാക്കി എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി എടുത്ത് വെച്ചോ. ലിങ്ക് ഇട്ടുതരാം. കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ ലിങ്ക് ഇട്ട് പിൻ ചെയ്തിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് ഇതുവരെയും നമ്മുടെ പേജ് ഫോളോ ചെയ്തവരാലേക്കാണ് ആദ്യമായിട്ട് വന്ന് വീഡിയോസ് കാണുന്നതെങ്കിൽ ഇതുപോലത്തെ എല്ലാ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.